5000 കിലോമീറ്ററിൽ കൃത്യതയുള്ള ആക്രമണം. പാകിസ്ഥാനെയും ചൈനയും വേട്ടയാടുന്ന അഗ്നി 5ന്റെ കൃത്യത നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയിൽ അഗ്നി 5 എന്ന അഭിമാന മിസൈൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനമാകുന്നത് എങ്ങനെയാണെന്ന്, ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾക്ക് പുനർവിചിന്തനം നൽകാൻ പ്രേരിപ്പിക്കുന്ന അഗ്നി 5ന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബീജിംഗിലെ ചൈനീസ് സൈനിക തന്ത്രജ്ഞർക്ക് തങ്ങളുടെ രാജ്യത്ത് സംഭവിച്ചേക്കാവുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യാതെ ഇനി ഇന്ത്യക്കെതിരെ ആക്രമണാത്മക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയില്ല. 50 ടൺ ഭാരമുള്ള ആ ഭീമൻ അതിൻ്റെ ലോഞ്ച് പാഡിൽ നിന്ന് കിലോമീറ്ററുകളോളം കേൾക്കുന്ന കാതടപ്പിക്കുന്ന ഗർജനത്തോടെ ഉയർന്നു വരുമ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ ശക്തിയുടെ പൂർണ്ണമായ പരിവർത്തനമാണ് നമ്മൾ കാണുന്നത്. അഗ്നി 5 വെറും ഒരു മിസൈൽ മാത്രമല്ല, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ICBM ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേക ക്ലബിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനമാണിത്. നമ്മുടെ മാതൃരാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മുടെ ശത്രുക്കൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ അഗ്നി 5 അടിസ്ഥാനപരമായി ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുകയാണ്. അഗ്നി 5 ഒരു ICBM ആകുന്നത് എങ്ങനെ? ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന ICBM എന്ന പദം നിസ്സാരമായി കാണുന്നില്ല. പദവി ലഭിക്കാൻ ഒരു മിസൈലിന് 5500 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി ഉണ്ടായിരിക്കണം. 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 5 ഈ എലൈറ്റ് വിഭാഗത്തിന്റെ പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചില പ്രതിരോധ വിദഗ്ധർ ഇത് സാങ്കേതികമായി ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ IRBM ആണെന്ന് വാദിക്കുന്നു. പക്ഷേ അതിൻ്റെ കഴിവുകൾ പൂർണ്ണമായും ICBM ക്ലാസ് ആണ്. ഈ 5000 കിലോമീറ്റർ ദൂരം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യയിലെ ഏതു വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ഈ മിസൈലിന് ചൈനയുടെ ഹൃദയഭാഗത്ത് ആഴത്തിൽ ആക്രമണം നടത്താനും ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഗ്വാങ്ഷോ പോലുള്ള പ്രധാന നഗരങ്ങളിൽ എത്തിച്ചേരാനും കഴിയും. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള എല്ലാ പാകിസ്ഥാൻ നഗരങ്ങളും അഗ്നി 5ന്റെ വിനാശകരമായ ആലിംഗനത്തിനുള്ളിൽ തന്നെയാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ശത്രു പ്രദേശവും ഇപ്പോൾ നമ്മുടെ പരിധിക്ക് അപ്പുറമല്ല. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് അഗ്നി 5. 3 ഘട്ട രൂപകൽപ്പന. അഗ്നി 5ന്റെ 3 ഘട്ട രൂപകൽപ്പന റോക്കറ്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു മാസ്റ്റർ പീസാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ മനസ്സിലാക്കണം. ബഹിരാകാശത്തേക്ക് ഉയരുമ്പോൾ ഓരോ നിലയും ഇളകുന്ന ഒരു 3 നില കെട്ടിടം പോലെ അതിനെ സങ്കല്പിക്കുക. ആദ്യഘട്ടം പവർ ഹൗസാണ്. ഏകദേശം 100 സെക്കൻഡ് കത്തുന്ന ഏറ്റവും വലിയ ഭാഗം. 50,000 കിലോഗ്രാം ഭാരമുള്ള ഈ ഭീമനെ നിലത്ത് നിന്ന് ഉയർത്തി ഉയർന്ന വായുമർദ്ദമുള്ള താഴ്ന്ന അന്തരീക്ഷത്തിലൂടെ അതിനെ വേഗത്തിൽ നീക്കുന്നു. ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ ഈ ഘട്ടം വേർപെട്ട് താഴേക്ക് വീഴുന്നു. ഇത് മിസൈലിന്റെ ഭാരം ഗണ്യമായി കുറയ്ക്കുന്നു. രണ്ടാം ഘട്ടം പിന്നീട് ജ്വലിക്കുകയും മുകളിലെ അന്തരീക്ഷത്തിലൂടെ മിസൈൽ വളഞ്ഞു സഞ്ചരിക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ അതിനെ തള്ളുകയും ചെയ്യുന്നു. ഈ ഘട്ടം ഏകദേശം 90 സെക്കൻഡ് കത്തുകയും പിന്നീട് വിക്ഷേപണ സ്ഥലത്ത് നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെ സമുദ്രത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഒടുവിൽ മൂന്നാം ഘട്ടം, ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും നിർണായകവുമായ ഭാഗം, അന്തിമ മുന്നേറ്റത്തിനായി, അന്തിമ ആക്രമണത്തിനായി ശത്രുവിൻ്റെ നെഞ്ചു തുളച്ചുകൊണ്ട് ഫയർ ചെയ്യുന്ന ആ മൂന്നാമത്തെ വിഭാഗം ലക്ഷ്യത്തിലേക്കുള്ള കൃത്യമായ ബാലിസ്റ്റിക് പാതയിൽ വാർഹെഡ് സ്ഥാപിക്കുന്നു. ഈ 3 ഘട്ട പ്രക്രിയ അഗ്നി 5ന് ഭൂഖണ്ഡാന്തര ദൂരം സഞ്ചരിക്കാൻ ആവശ്യമായ അതിശയകരമായ വേഗത കൈവരിക്കാൻ അനുവദിക്കുന്നു. അതായത് ശബ്ദത്തിൻ്റെ 24 മടങ്ങ് വേഗതയിൽ കൂടുതൽ. ഭയപ്പെടുത്തുന്ന കൃത്യതയാണ് ഇതിൻ്റെ മറ്റൊരു മഹനീയത. അതായത് എവിടെയാണോ ലക്ഷ്യമിടുന്നത് അതിൻ്റെ 10-20 മീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെയായിരിക്കും അത് വന്ന് വീഴുക. 10-20 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. കാരണം അത് എത്ര ദൂരെ നിന്നാണ് വിക്ഷേപിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് ആ കൃത്യത നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്.
ഇവിടെയാണ് അഗ്നി 5 നമ്മുടെ ശത്രുക്കളെ ശരിക്കും ഭയപ്പെടുത്തുന്നത്. എന്താണ് CEP എന്നാൽ സർക്കുലർ എറർ പ്രോബബിൾ. 50% മിസൈലുകൾ ഏത് ദൂരത്തിനുള്ളിൽ പതിക്കുമെന്ന് സൂചിപ്പിക്കുന്ന കൃത്യതയുടെ അളവുകോലാണ്. അഗ്നി 5ന്റെ 10 മുതൽ 20 മീറ്റർ CEP എന്നാൽ ഈ മിസൈലുകളിൽ പകുതിയും അവയുടെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വെറും 10-20 മീറ്ററിൽ ചുറ്റളവിൽ പതിക്കും എന്നാണ്. ഇത് മനസ്സിലാക്കാൻ 5000 കിലോമീറ്റർ അകലെ നിന്ന് ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് ഒരു മിസൈലിനെ കൃത്യമായി അയക്കാൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക. അത് ഡൽഹിയിൽ നിന്ന് വെടിയുതിർത്താൽ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലെ ഒരു പ്രത്യേക വീട്ടിൽ കൃത്യതയോടെ ഇടിക്കുന്നത് പോലെയാണ്. ഈ കൃത്യതയുടെ നിലവാരമാണ് അഗ്നി 5നെ ഒരു കൂട്ട നശീകരണ ആയുധത്തിൽ നിന്ന് നിർദ്ദിഷ്ട സൈനിക ഇൻസ്റ്റലേഷനുകളും കമാൻഡ് ബങ്കറുകളും അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഫെസിലിറ്റീസും ഒക്കെ കൃത്യതയോടെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉപകരണമാക്കി മാറ്റുന്നത്. അഗ്നി 5ന്റെ ബങ്കർ ബസ്റ്റർ ശേഷി ശത്രു മിലിറ്ററി പ്ലാനർമാർക്ക് മറ്റൊരു ഭീതിയുടെ തലം കൂടിയാണ് നൽകുന്നത്. പരമ്പരാഗത ആണവ ബങ്കറുകൾ ആഴത്തിൽ ഭൂഗർഭത്തിൽ നിർമ്മിച്ചതും കോൺക്രീറ്റും സ്റ്റീലും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തിയതും മുൻ തലമുറ മിസൈലുകളിൽ നിന്നുള്ള ആണവ ആക്രമണങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ്. എന്നാൽ അഗ്നി 5 ഇതിനെയെല്ലാം മാറ്റിമറിക്കുന്നു. ഈ മിസൈൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ന്യൂക്ലിയർ വാർഹെഡ് പൊട്ടിത്തെറിക്കാതെ തന്നെ അതിൻ്റെ ഗതികോർജം കൊണ്ട് മാത്രം ഭൂഗർഭ ബങ്കറുകളിലേക്ക് തുളച്ചു കയറും. ഭൂഗർഭ സൗകര്യങ്ങൾക്ക് പരമാവധി നാശം വരുത്തുന്നതിനായി ഒപ്റ്റിമൽ ഡെപ്തിൽ പൊട്ടിത്തെറിക്കാൻ വാർഹെഡ് പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും പാകിസ്ഥാൻ സൈനിക കമാൻഡർമാരും ഒരു സംഘടന സമയത്ത് ഒളിച്ചിരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന നേതൃത്വ ബങ്കറുകൾ, ലീഡർഷിപ്പ് ബങ്കറുകളെയാണ് ഈ കഴിവ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. സന്ദേശം വ്യക്തമാണ്. ഇന്ത്യയുടെ അഗ്നി 5നെ നേരിടുന്ന ശത്രുക്കൾക്ക് സുരക്ഷിതമായ ഒരു താവളം ലോകത്ത് നിർമ്മിക്കാൻ കഴിയില്ല. അഗ്നി 5ന് 1360 കിലോഗ്രാം പേലോഡ് വഹിക്കാൻ കഴിയും. അതൊരു ചെറിയ കാറിന്റെ ഭാരത്തേക്കാൾ കൂടുതലാണ്. ഈ പേലോഡ് ശേഷി പ്രധാനമാണ്, കാരണം ഇതിനൊരു വലിയ തെർമോ ന്യൂക്ലിയർ വാർഹെഡിനെയോ ഒന്നിലധികം ചെറിയ വാർഹെഡുകളെയോ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതായത് ചെറിയ വാർഹെഡ് എന്ന് പറയുന്നത് MIRV, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് എന്നാണ് അതിനെ പറയുന്നത്. 1360 കിലോഗ്രാം ഭാരമുള്ള ഒരു തെർമോ ന്യൂക്ലിയർ വാർഹെഡിന് 200 കിലോ ടണ്ണിലേറെ സാധ്യതയുള്ള സ്ഫോടനശേഷി ഉണ്ടായിരിക്കും. അതായത് ഹിരോഷിമയെ നശിപ്പിച്ച ബോംബിനേക്കാൾ 13 മടങ്ങ് കൂടുതൽ ശക്തിയുള്ളത്. അത്തരമൊരു ആയുധത്തിൻ്റെ നാശത്തിൻ്റെ വ്യാപ്തി വളരെ വിനാശകരമായിരിക്കും. ഏതൊരു പ്രധാന നഗരത്തെയും പൂർണ്ണമായും നശിപ്പിച്ച് തകർത്തെറിയാൻ കഴിവുള്ളത്. ഈ പേലോഡ് ശേഷി MIRV സാങ്കേതിക വിദ്യയ്ക്ക് അനുവദിക്കുന്നു. MIRV സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന് വിവിധ ലക്ഷ്യങ്ങളെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഇത് ഒന്നിലധികം സ്ഥലങ്ങൾ ആക്രമിക്കാനുള്ള ഒരു മിസൈലിൻ്റെ കഴിവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇത് കൂടുതൽ ഫലപ്രദവും പ്രതിരോധിക്കാൻ പ്രയാസകരവുമാകുന്നു. അതായത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു അഗ്നി 5 മിസൈൽ അതിൻ്റെ വാർഹെഡുകൾ ബെയ്ജിംഗ്, ഷാങ്ഹായ്, ഗാങ്ഷു എന്നിവിടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തുന്നത് സങ്കല്പിക്കുക. അതായത് ഒരു മിസൈലിൽ നിന്ന് 3 നഗരങ്ങളിൽ 3 വ്യത്യസ്ത ദിശകളിലിരിക്കുന്ന നഗരങ്ങളിൽ ആക്രമണം നടത്തുന്നത് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. ചൈനീസ് സൈനിക പ്ലാനർമാർക്ക്, ആസൂത്രകർക്ക് പേടി സ്വപ്നമാണ് അഗ്നി 5. എന്തുകൊണ്ട്? മേൽപ്പറഞ്ഞ കാരണം കൊണ്ട്. അഗ്നി 5ന്റെ വിക്ഷേപണ പ്രക്രിയ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു നാശ നൃത്തമാണ്. അത് മിനിറ്റുകൾക്കുള്ളിൽ ആരംഭിക്കാൻ കഴിയും. 8 ചക്രങ്ങളുള്ള ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചർ TEL വാഹനത്തിൽ സീൽ ചെയ്ത കാനിസ്റ്ററിലാണ് മിസൈൽ സൂക്ഷിച്ചിരിക്കുന്നത്.
അതൊരു വലിയ ട്രക്ക് പോലെ തോന്നിപ്പിക്കും, പക്ഷെ നാഗരികതകളെ നിലംപരിശാക്കി അവസാനിപ്പിക്കാനുള്ള ശക്തി വഹിക്കുന്നതാണ്. വിക്ഷേപിക്കാനുള്ള ഓർഡർ ലഭിക്കുമ്പോൾ TEL വാഹനം മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് നീങ്ങുന്നു. ഇത് രാജസ്ഥാനിലെ മരുഭൂമികൾ മുതൽ ഒറീസയിലെ വനങ്ങൾ വരെ എവിടെ വേണമെങ്കിലുമാകാം. ശത്രുക്കൾക്ക് വിക്ഷേപണ സ്ഥലം പ്രവചിക്കാനോ മുൻകൂട്ടി ആക്രമിക്കാനോ കഴിയില്ലെന്ന് മിസൈലിന്റെ ഈ ചലനാത്മകത ഉറപ്പാക്കുന്നു. ഹൈഡ്രോളിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാനിസ്റ്റർ ലംബ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതിലൂടെയാണ് വിക്ഷേപണ പ്രക്രിയ ആരംഭിക്കുന്നത്. കാറ്റിന്റെ വേഗത, അന്തരീക്ഷ സാഹചര്യങ്ങൾ, പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ കൃത്യമായ പാത എന്നിവ നൂതന കമ്പ്യൂട്ടറുകളിലൂടെ കണക്കാക്കുന്നു. മിസൈലിന്റെ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ടാർഗറ്റ് കോർഡിനേറ്ററുകൾ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അന്തിമ വിക്ഷേപണ കമാൻഡ് ലഭിക്കുമ്പോൾ ആദ്യഘട്ടം ശക്തിയായി ജ്വലിക്കുന്നു. 50 ടൺ ഭാരമുള്ള മിസൈൽ ഭീമനെ ആകാശത്തേക്ക് ഉയർത്താൻ ആവശ്യമായ ത്രസ്റ്റ് സൃഷ്ടിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അഗ്നി 5 ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ നിലവിലുള്ള ഏതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെയും പരിധിക്കപ്പുറത്തേക്ക് അത് എത്തിച്ചേരുന്നു. അഗ്നി 5ന്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എത്ര പറഞ്ഞാലും അധികമാകില്ല. പതിറ്റാണ്ടുകളായി ചൈന വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ വിശാലമായ ഭൂപ്രദേശത്തെ ഇന്ത്യയിൽ നിന്നുള്ള അകലം കാരണം സുരക്ഷിതമായ സംരക്ഷണം നൽകുമെന്നാണ്. പാകിസ്ഥാൻ നേതാക്കൾക്കും ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾക്കും ചൈന നൽകുന്ന പ്രതിരോധ സംവിധാനങ്ങൾക്കും പിന്നിൽ സുരക്ഷിതത്വം തോന്നി. അഗ്നി 5 ഈ മിഥ്യാധാരണകളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ചൈനയിൽ ഏതൊരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും അവർ വിശ്വസിക്കാൻ തുടങ്ങി. ഇനി ഇന്ത്യയോട് പോരാടാൻ വരുമ്പോൾ അഗ്നി 5നെ മനസ്സിൽ വെച്ചുകൊണ്ടാകും അവർ തന്ത്രങ്ങൾ മെടയുക. അല്ലാതെ അവർക്ക് അവരുടെ രാജ്യത്ത് പോലും സുരക്ഷിതമായി ഇരിക്കാൻ സാധിക്കില്ല. ജനറൽ ആസിം മുനീറും അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളും ഇപ്പോൾ ഒരു കഠിനമായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണ്. എല്ലാ പ്രധാന പാകിസ്ഥാൻ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലീഡർഷിപ്പ് ഫെസിലിറ്റികളും ഇന്ത്യയുടെ പ്രതികാര നടപടികളുടെ പരിധിക്കുള്ളിലാണ്. ഭീകരതയിലൂടെയും ആണവ ഭീഷണിയിലൂടെയും തന്ത്രപരമായ തുല്യത കൈവരിക്കാനുള്ള അവരുടെ സ്വപ്നങ്ങൾ തകർന്നടിയുന്നു. അതുപോലെ ബെയ്ജിങ്ങിലെ ചൈനീസ് സൈനിക തന്ത്രജ്ഞർക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ ഇന്ത്യക്കെതിരെ ആക്രമണാത്മകമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇനി കഴിയില്ല. ഇന്ത്യയുമായുള്ള ഏതു സംഘർഷത്തിനും ചൈനീസ് നഗരങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് അഗ്നി 5 ഉറപ്പാക്കുന്നു. ഇത് ഇന്ത്യൻ നവീകരണത്തിൻ്റെ അഭിമാനമാണ്. അഗ്നി 5 ശുദ്ധമായ തദ്ദേശീയ സാങ്കേതിക വിദ്യയെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയം അഭിമാനത്താൽ നിറഞ്ഞു നിൽക്കാൻ കാരണം. വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കടുത്ത ചൂടിനെ ചെറുക്കാൻ കഴിയുന്ന നൂതന വസ്തുക്കൾ മുതൽ സങ്കീർണമായ റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് നാവിഗേഷൻ സിസ്റ്റം വരെ എല്ലാ ഘടകങ്ങളും ഇന്ത്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരുമാണ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. പൂർണ്ണമായും DRDO വികസിപ്പിച്ചെടുത്ത ഈ മിസൈലിൻ്റെ ഖര ഇന്ധന പ്രൊപ്പൽഷൻ സിസ്റ്റം വിശ്വാസ്യതയും ലോങ് സ്റ്റോറേജ് ലൈഫും ഉറപ്പാക്കുന്നു. മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പ് ആവശ്യമുള്ള ദ്രവ ഇന്ധന മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി വിക്ഷേപിക്കാനുള്ള ഓർഡറുകൾ ലഭിച്ച് 15 മിനിറ്റിനുള്ളിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന അഗ്നി 5 ഇത് തികഞ്ഞ ഒരു പ്രതികാര ആയുധമാക്കി മാറ്റുന്നു. ഭീഷണികൾക്കോ ആക്രമണങ്ങൾക്കോ മുന്നിൽ ഇനി ഒരിക്കലും മുട്ടുമടക്കാത്ത ഒരു യഥാർത്ഥ ആഗോള ശക്തിയായി ഇന്ത്യയുടെ ഉദയത്തെ അഗ്നി 5 പ്രതിഫലിപ്പിക്കുന്നു. 5000 കിലോമീറ്റർ ദൂരപരിധി, സർജിക്കൽ പ്രസിഷൻ, ബങ്കർ ബസ്റ്റിംഗ് കേപ്പബിലിറ്റി, വലിയ പേലോഡ് എന്നിവയാൽ ഏഷ്യയിൽ പുതിയൊരു തന്ത്രപരമായ യാഥാർത്ഥ്യം ഇത് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയാൽ അതിനർത്ഥം അവർ എവിടെ ഒളിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ നേരിടുക എന്നതാണെന്ന് നമ്മുടെ ശത്രുക്കൾക്ക് ഇപ്പോൾ അറിയാം. ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ശക്തിയും ഇന്ത്യക്കെതിരെ വരുന്ന ഏതൊരു ആക്രമണകാരിക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന ദൃഢനിശ്ചയവും ഇന്ത്യക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം ഈ മിസൈൽ നൽകുന്നു. ഇന്ത്യയുടെ ആത്യന്തിക ആയുധമാണിത്. ലോകമിത് ശ്രദ്ധിച്ചു. ഏഷ്യയിലെ അധികാര സന്തുലിതാവസ്ഥ മാറിയിരിക്കുന്നു. അത് ഇന്ത്യക്ക് അനുകൂലമായി നിർണായകമായി മാറിയിരിക്കുന്നു.